നമ്മൾ മലയാളികൾ എത്ര വലിയൊരാൾ നമ്മളുടെ നേർക്കുനേരം വന്നാലും നമ്മൾ പേടിക്കില്ല. പക്ഷേ ഒരാൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും നമ്മളോട് പറഞ്ഞാൽ തീർന്നു, ഓൺ ദ സ്പോട്ടിൽ നിന്ന് പതറാൻ തുടങ്ങും. ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു പേടി സ്വപ്നമായിട്ട് നിലനിൽക്കുന്നുണ്ടോ? ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും ഒക്കെ അറിയാം, പക്ഷെ സംസാരിക്കാൻ മാത്രം പറ്റുന്നില്ല. കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് പുറത്തോട്ട് വരുന്നില്ല. മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആവാണ്. നിങ്ങൾക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ടോ? കോൺഫിഡൻ്റ് ആയിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് കഴിയുന്നില്ലേ? ഇത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഈ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നവരൊക്കെ അവർക്ക് അറിയാവുന്ന വേർഡ്സിൽ അറൗണ്ട് ഒരു 16% വേർഡ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് 95% കാര്യങ്ങളും പറയുന്നത്. വിച്ച് മീൻസ് നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് ഇഷ്ടംപോലെ വേർഡ്സ് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കൺട്രീസിലൊക്കെ ഒരു 5 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാറില്ലേ? അതെന്തുകൊണ്ടാണ്? അവർക്ക് ഒരുപാട് ഇംഗ്ലീഷ് വേർഡ്സ് അറിഞ്ഞിട്ടാണോ? അല്ല, അവർക്ക് കുറച്ച് വേർഡ്സേ അറിയുള്ളൂ, ബട്ട് സ്റ്റിൽ അവർ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇംഗ്ലീഷുകാരുടെ കാര്യമൊക്കെ വിടും, നമ്മളുടെ സ്വന്തം നാട്ടിലേക്ക് വരാം. ആക്ച്വലി ഇംഗ്ലീഷിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജാണ് നമ്മളുടെ സ്വന്തം മലയാളം. മലയാളം വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യുന്നത് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നിട്ടും ഒരു 5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ മലയാളത്തിൽ ഫ്ലുവൻ്റ് ആവുന്നില്ലേ? ഇത്രയും ബുദ്ധിമുട്ടുള്ള നമ്മളുടെ മലയാളം ലാംഗ്വേജ് ഈസി ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൂടാം? എല്ലാവർക്കും, ഏത് പ്രായക്കാർക്കും ഇംഗ്ലീഷ് അനായാസമായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഒളി ഇംഗ്ലീഷ് അക്കാഡമി. വാട്സപ്പ് വഴി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. സോ ഒളി ഇംഗ്ലീഷിൽ നമ്മളും ഇപ്പോൾ ഒരു പാർട്ട്ണറാണ്. സോ നമ്മളുടെ അക്കാഡമിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പറൊക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞൊരു എമൗണ്ടിലാണ് നമ്മൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ ഇത് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണ്? നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മളെപ്പോഴും മലയാളത്തിൽ തന്നെയാണ് പരസ്പരം സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ് ആവുക? സോ ആ ഒരു പ്രോബ്ലമാണ് ഒളി ഇംഗ്ലീഷ് ഇവിടെ സോൾവ് ചെയ്യുന്നത്. സംസാരിച്ച് ഫ്ലുവൻ്റ് ആവുക എന്നുള്ളൊരു മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ആൻഡ് നമ്മളുടെ അക്കാഡമിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതൊരു 4 മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ആൻഡ് ഈ 4 മാസം കൊണ്ട് ബിഗിനർ ലെവലും ഇന്റർമീഡിയറ്റ് ലെവലും അഡ്വാൻസ്ഡ് ലെവലും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങളൊരു പ്രോ ഇംഗ്ലീഷ് സ്പീക്കറായിട്ടുണ്ടാകും. ആൻഡ് ഇതിന് നിങ്ങൾ ഡെയിലി ഒരു 1 മണിക്കൂർ നേരം മാറ്റി വെച്ചാൽ മതി. ജസ്റ്റ് 1 മണിക്കൂർ. നമ്മളൊക്കെ എത്രയോ സമയം സോഷ്യൽ മീഡിയയിൽ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ വേസ്റ്റ് ചെയ്ത് കളയുന്ന സമയത്ത് നിന്ന് ജസ്റ്റ് ഒരു 1 മണിക്കൂർ നേരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിലേക്ക് നിങ്ങൾക്കുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇത് മാറും. ഇപ്പോൾ പുതിയൊരു കരിയറിലേക്ക് കയറാനും ഇനി കയറിയവർ അതിൽ നിന്നൊന്ന് ലെവലപ്പ് ചെയ്യാനും ഒക്കെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് മാത്രം അതിന് സാധിക്കാതെ പോകാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഏജോ ക്വാളിഫിക്കേഷനോ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾ 10 വയസ്സുള്ള ഒരാളായിക്കോട്ടെ, 20 വയസ്സായിക്കോട്ടെ, 30 വയസ്സായിക്കോട്ടെ, 50 വയസ്സായിക്കോട്ടെ, നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, +2 ആണ്, ഡിഗ്രി ആണ്, PG ആണ്, അതൊന്നും ഒരു വിഷയമേ അല്ല. നമ്മളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ്. ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? ബാക്കി കാര്യം നമ്മളേറ്റു. ഇനി ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത ഒരു ചേച്ചിയുടെ ഫീഡ്ബാക്ക് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം. ഇത് സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല കേട്ടോ, ജെന്യുവൻ ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ആണ്. എന്തായാലും നിങ്ങളൊന്ന് കേട്ട് നോക്കാം. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങൾ ഭയങ്കര ബഹുമാനമാണ്. കാരണം പല സ്ഥാപനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ ഫീസ് പേ ചെയ്ത് കഴിഞ്ഞു, പിന്നെ അവരെ ആ വഴിക്ക് വിടുക എന്നല്ലാതെ ഇങ്ങനെ ഫോളോ അപ്പിൽ എനിക്ക് എന്നെ പേഴ്സണലി നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് ശരിക്കും വല്ലാത്തൊരു ഡെഡിക്കേഷനാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയൊന്നും ആരും ഉത്സാഹിക്കുകയൊന്നും ചെയ്യില്ല. നമുക്ക് നമ്മളിപ്പോൾ അതും ഈ പ്രസന്റ് യുഗത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇതും ഡെഡിക്കേറ്റ് ചെയ്തിട്ടൊന്നും പഠിപ്പിക്കണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. എല്ലാവരും ബിസിനസ് മൈൻഡും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഭൂരിഭാഗം ഉള്ളത്. അതിൽ കുറച്ച് നിങ്ങളെ പോലുള്ളവർ ശരിക്കും നിങ്ങളുടെ സ്ഥാപനം എന്ന് പറയുന്നത് നല്ല ഉയരത്തിലെത്തും, അതിനൊരു സംശയവും വേണ്ട. കാരണം ഈ ഒരു അർപ്പണ ബോധം ഉണ്ടെങ്കിൽ എവിടെയും പരാജയപ്പെടൂല. എനിക്ക് പലപ്പോഴും നിങ്ങളെ ഒന്ന് നേരിട്ട് കണ്ട് അഭിനന്ദിക്കണോ. കാരണം എല്ലാവരെയും ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പേഴ്സണലി നോക്കുന്നത്. അപ്പം നിങ്ങളത് അതിനു വേണ്ടിയിട്ട് നല്ലോണം കഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. സോ കേട്ടില്ലേ, നമ്മളുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത ഒരാളുടെ ഫീഡ്ബാക്ക് ആണത്. ഇതുപോലെ തന്നെയാണ് എല്ലാ സ്റ്റുഡൻസും. സോ ഈ ഒരു കോഴ്സിൻ്റെ ടൈം എന്ന് പറയുന്നത് 4 months ആണ്. ഇനി നിങ്ങൾക്ക് 4 മാസമായിട്ടും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് നമ്മൾ റീഫണ്ട് ആയിട്ട് തരും. പൈസ നിങ്ങൾക്ക് തിരിച്ചു തരും 100%. പിന്നെ ഈ കോഴ്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും 1500 രൂപ മാത്രമാണ്. നിങ്ങളൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. നോർമലി ഇതുപോലെ ഒരു കോഴ്സിന്
10,000 മുതൽ 12,000 വരെയൊക്കെയാണ് എല്ലാവരും ചാർജ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ വെറും 1,500 രൂപയ്ക്കാണ് 4 മാസത്തിൻ്റെ ഈ കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ പ്രൈസ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റിയിൽ കുറവുണ്ടാകും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ക്വാളിറ്റിയിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. നിങ്ങൾ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും, 100% ഗ്യാരണ്ടീഡ്. പക്ഷെ നമ്മളുടെ കൂടെ നിങ്ങൾ കൂടി എഫേർട്ട് എടുക്കണം എന്ന് മാത്രം. സോ നെക്സ്റ്റ് മന്ത് നമ്മളുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. സോ കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസും കിട്ടും. സോ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ചുമ്മാ വേസ്റ്റ് ചെയ്ത് കളയരുത്. ഓക്കെ.